കുറച്ചിങ്ങനെ ഈ പറഞ്ഞ പോലെ, പക്ഷെ നല്ല കണ്ടാലറിയില്ല, നല്ല കറുത്ത് നല്ല വളക്കൂറുള്ള മണ്ണൊക്കെ. അതായത് ജൈവ കൃഷി ആകുമ്പോഴത്തേക്കും അങ്ങനെ കുറച്ച് ഐറ്റംസ് വെക്കണം. പിന്നെ ഞാൻ ചില സമയത്ത് എനിക്ക് അങ്ങനത്തെ ബോധമൊക്കെ കുറവായിരിക്കും, അതുകൊണ്ടായിരിക്കും പറ്റിയത്. കുഴപ്പമില്ല, അടുത്ത പ്രാവശ്യം ഞാൻ പോയിട്ട് വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്കായിട്ട് ഞാൻ വീഡിയോ ചെയ്യാം. പ്ലാന്റ്സ് ഒക്കെ കിട്ടുന്ന നല്ല നഴ്സറികൾ അങ്ങനെ സെയിൽ ചെയ്യുന്ന ആളുകളെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. ഹായ്, കുറേ നാളായിട്ട് ചേച്ചിയുടെ എന്താ പറയുക കൃഷി, അടുക്കളത്തോട്ടം ഒന്നും കാണുന്നില്ല എന്നുള്ള പരിഭവമൊക്കെ എല്ലാവരും പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ അടുക്കളത്തോട്ടമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ടെറസിൽ, അത് എറണാകുളത്ത് വീട്ടിലായിരുന്നു. ഞാനിപ്പോൾ ഒരു 4 മാസമായിട്ട് ഇപ്പോൾ കണ്ണൂരാണ്. അപ്പോൾ ഇവിടെ എൻ്റെ കൃഷി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക പറമ്പിൽ തന്നെ മണ്ണിലുള്ള കൃഷി. അപ്പോൾ ആ കപ്പ, ചേമ്പ്, ചേന, കാച്ചിൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതൊന്നും എനിക്ക് ആ സമയത്ത് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കുഴപ്പമില്ല, കുറച്ചായി വരുന്നേ ഉള്ളൂ. ഇനി അതൊക്കെ സെറ്റാക്കാം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നല്ല മഴയായിരുന്നു, അപ്പോൾ അന്ന് മഴ കുറഞ്ഞേക്കണം. അപ്പോൾ ഇവിടെ ഞാൻ പിന്നെ ബാക്കി അല്ലാതെ ഗാർഡനൊക്കെ സെറ്റ് ചെയ്ത് തുടങ്ങുന്നേ ഉള്ളൂ. അത്യാവശ്യം ഈ പറഞ്ഞ പോലെ ഫ്രൂട്ട്സ് പ്ലാന്റും അങ്ങനത്തെ സാധനങ്ങളും പച്ചക്കറിയൊക്കെ ഇങ്ങനെ ഓരോന്ന് ചെയ്തു തുടങ്ങുന്നേ ഉള്ളൂ. എല്ലാം കൂടെ ഒന്നും ഒറ്റയടിക്ക് അവിടുത്തെ പോലെ ചെയ്തു തീർക്കാനുള്ള സമയം സാഹചര്യം ഇല്ലാത്ത പ്രശ്നമുണ്ട്. കുറേ പണികൾ ഒരേ സമയത്ത് നടക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും ഇവിടെ പറമ്പിൽ നമുക്ക് കുരുമുളകിൻ്റെ ഇതൊക്കെ ഉണ്ട്. കുരുമുളക് കൊടി അത്യാവശ്യം 2-3 മരങ്ങളിലൊക്കെ ഉണ്ട്. പിന്നെ വേണമെങ്കിൽ മാറ്റിയൊക്കെ നടാനുള്ള സ്പേസ് ഉണ്ട്. അതൊക്കെ പതുക്കെ ചെയ്യാന്ന് വെച്ചിട്ടാണ്. എന്തായാലും കുറച്ച് ഈ പറഞ്ഞ കുറ്റിക്കുരുമുളക്, നഴ്സറി പോയപ്പോൾ 2 കുറ്റിക്കുരുമുളക് ഞാൻ വാങ്ങിച്ചു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നടുന്നതാണ് ഇന്ന് എൻ്റെ മെയിൻ പരിപാടി. അപ്പോൾ ഇത്രയും പരമ്പരയായിട്ട് ചട്ടിയിലാടണം എന്താണെന്നുള്ളതല്ലേ. അപ്പോൾ ചില സാധനങ്ങൾ നമ്മൾ ചട്ടിയിലാട്ടാൽ മതി, കുറ്റിക്കുരുമുളകൊക്കെ പ്രത്യേകിച്ചും. അപ്പോൾ അതിന് ഞാൻ ഉപയോഗിക്കുന്ന സാധാരണ ഞാൻ ചെടി നടുമ്പോൾ പച്ചക്കറി ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ പോട്ടിംഗ് മിക്സ് തയ്യാറാക്കുന്നതെന്ന് നടുന്നതെന്നുള്ളത് ജസ്റ്റ് ഒരു വീഡിയോ കാണിക്കാമെന്ന് വെച്ചു. പലരും എന്നോട് ചോദിക്കാറുണ്ട്, അതുകൊണ്ടാണ്. ഒരുവിധം സാധനങ്ങളൊക്കെ കോമൺ ആണ്. കുറച്ച് ഇത് മാത്രമേ ചില ചെടികളനുസരിച്ച് മാറ്റം വരുള്ളൂ. അത് ഈ പറഞ്ഞ പോലെ റോസൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് വ്യത്യാസം വരും, ഓർക്കിഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ വ്യത്യാസം വരും. പച്ചക്കറിക്കൊക്കെ പൊതുവെ എന്താ പറയുക, നിറയെ കായ്കൾ നമുക്ക് കിട്ടേണ്ടതാണല്ലോ. അതുകൊണ്ട് തന്നെ ആദ്യമേ തന്നെ നമ്മൾ വേണ്ട വളമൊക്കെ ചേർത്തിട്ട് സെറ്റ് ചെയ്യാമെന്നുള്ള. അപ്പോൾ ഞാനിവിടെ എന്താ പറയുക ഒരു കുളം സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി മണ്ണൊക്കെ ഇതാക്കിയപ്പോഴത്തേക്കും കുറച്ച് മണ്ണ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഓൾറെഡി ഇതിൻ്റെ അകത്ത് ചാണകവും പെർലൈറ്റും ഒക്കെ മിക്സ് ചെയ്തെടുത്ത് വെച്ചേക്കുന്ന മണ്ണാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ ഞാൻ പെർലൈറ്റ് മിക്സ് ചെയ്യുന്നില്ല, ചാണകപ്പൊടി മിക്സ് ചെയ്യുന്നത് കാണിക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഓൾറെഡി അതിൻ്റെ അകത്ത് ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ എപ്പോഴും ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണ് അതിന് ഈക്വൽ തന്നെ നമ്മുടെ കൊക്കോ പീറ്റിൽ അതും കൂടെ ആഡ് ചെയ്യും. അങ്ങനെ ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടുത്തെ മണ്ണിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കട്ട പിടിക്കുന്ന ടൈപ്പ് മണ്ണാണ്, ഭയങ്കരമായിട്ട് ഉറയ്ക്കുന്ന ടൈപ്പ് മണ്ണാണ്. അപ്പോൾ ചെടികൾക്ക് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും നന്നായിട്ട് വേരോട്ടം ഉണ്ടാകുമ്പോഴാണ് ഏറ്റവും നന്നായിട്ട് അതിൻ്റെ അകത്ത് കായ്കൾ ഉണ്ടാകുന്നതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. തെറ്റായിരിക്കാം, അല്ല ഞാൻ പറഞ്ഞത്, ഞാൻ ഇതുവരെ ചെയ്തു വെച്ചിട്ട്. അപ്പോൾ ഞാൻ എന്താ എപ്പോഴും ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണും ഈ കൊക്കോപീറ്റും ഈക്വലായിട്ടിടും. അങ്ങനെയാണ് ഞാൻ സാധാരണ ചെയ്യാറ്. അവിടെയൊക്കെ ചെയ്ത സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെറസിലായതുകൊണ്ട് മണ്ണിൻ്റെ അളവ് നമുക്ക് കുറയ്ക്കേണ്ടതുണ്ടായിരുന്നു. കാരണം വെയിറ്റ് അധികം വരാൻ പാടില്ലല്ലോ. അപ്പോൾ മണ്ണ് വളരെ കുറവായിരുന്നു. ഇവിടെ ഇപ്പോൾ ആ പ്രശ്നങ്ങളില്ല നമുക്ക്. പിന്നെ മണ്ണും അവൈലബിൾ ആണ്, നല്ല മണ്ണൊക്കെ തന്നെയാണ്. ഇത് പെട്ടെന്ന് ഇങ്ങനെ സ്ട്രോങ് ആയി പോകും. അല്ലെങ്കിൽ ഇപ്പോൾ ചട്ടിയിൽ മണ്ണ് മാത്രം ഈ സാധനങ്ങളൊക്കെ നമുക്ക് വേണ്ട എന്താ പറയുക, എല്ലുപൊടിയാണെന്നുണ്ടെങ്കിലും വേപ്പിൻ പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക്, പെർലൈറ്റ്, ചാണകം, മണ്ണും ഇത്രയും മാത്രം മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനെ മണ്ണിങ്ങനെ ഉറച്ചു പോയിട്ട് മഴ പെയ്യുമ്പോഴത്തേക്കും വെള്ളം നിൽക്കും. അപ്പോൾ പെർലൈറ്റ് ഉള്ളപ്പോൾ കുറച്ചിങ്ങനെ വെള്ളം പോകാനുള്ള ഇത് കിട്ടും. എങ്കിൽ പോലും കുറച്ച് കൊക്കോ പീറ്റും കൂടെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ നമുക്കിത് മിക്സ് ചെയ്യാം. ഓക്കെ, നല്ല കണ്ടാലറിയില്ല, നല്ല കറുത്ത് നല്ല വളക്കൂറുള്ള മണ്ണൊക്കെ. ഇവിടെ വന്ന സമയം തൊട്ട് ഇങ്ങനെ മഴ തുടങ്ങിയപ്പോൾ എനിക്കിങ്ങനെ അങ്ങനെ കാര്യമായിട്ട് പുറത്തിറങ്ങി അധികം പണികളൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നേ. അപ്പോൾ ഞാനിങ്ങനെ ഒന്ന് എല്ലാം സെറ്റായി ഓരോരോ സൈഡിൽ നിന്ന് ഓരോന്ന് സെറ്റാക്കിയിട്ട്
അതൊക്കെ ഇതൊക്കെ ചെയ്തു തുടങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്രയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇത് നമ്മൾ ആദ്യമേ കുറച്ച് നാളൊന്ന് ശ്രദ്ധിച്ച് സെറ്റാക്കി പോയില്ലെങ്കിൽ പിന്നെ അത് ബുദ്ധിമുട്ടാവുമല്ലോ. അത് കാരണം അതാ എത്ര കുരുമുളക് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും, പറമ്പിൽ കുരുമുളകൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും, നമ്മൾ ഈ കുറ്റിക്കുരുമുളക് വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അത് നമ്മുടെ വീടിൻ്റെ സൈഡിൽ തന്നെയൊക്കെ ആയിട്ട് നമുക്ക് വെക്കാൻ പറ്റുമല്ലോ. അല്ലെങ്കിൽ പെട്ടെന്ന് അടുക്കളയിൽ നിന്ന് ഓടിച്ചെന്ന് കുരുമുളക് പറിക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ വെക്കാമല്ലോ. അങ്ങനെ വെച്ചാൽ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇടയ്ക്ക് ഇങ്ങനെ മീനോ ഇറച്ചിയോ ഒക്കെ ഇതാക്കുമ്പോൾ പച്ചക്കുരുമുളക് ഇടുക എന്നുള്ളതുണ്ടല്ലോ. ഈ കുറ്റിക്കുരുമുളകിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ സമയത്തും അതിനകത്ത് നമുക്ക് കുരുമുളക് കിട്ടിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. അതിന് പ്രത്യേകിച്ച് സീസൺ അങ്ങനെ ഇല്ല. അത് കാരണം അത്യാവശ്യം പറഞ്ഞ പോലെ നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ 1-2 തൈ ഉണ്ടായാൽ മതി. കൊക്കോപീറ്റ് നമ്മൾ ഒരേപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ചിടുന്നത് ദെൻ നമ്മൾ എന്താ ലീഫിൻസ് ഉണ്ടാക്കുക. ഇതൊക്കെ ഇതിൻ്റെ അകത്ത് ഈ പറഞ്ഞ പോലെ അടിവളം എന്നുള്ള രീതിയിൽ കുറച്ച് നമ്മൾ ഇടുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെടി ഒന്ന് പിടിച്ചു വന്നു കഴിയുമ്പോൾ നമുക്ക് ഇതേ സാധനങ്ങൾ എല്ലാം കൂടെ, അതായത് ചാണകം, വേപ്പിൻ പിണ്ണാക്കും, കടലപ്പിണ്ണാക്കും ഇതിലൂടെയും കൂടെ വെള്ളത്തിൽ കുത്തിയിട്ട് അത് നന്നായിട്ട് ഇങ്ങനെ അലിയിച്ചിട്ട് അത് 1 ലിറ്റർ എടുത്തിട്ട് 5 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഒക്കെ നമുക്ക് ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ്. പിന്നെ നമുക്ക് കൂടുതലും സ്ലറി രൂപത്തിൽ, ലിക്വിഡ് രൂപത്തിൽ വളങ്ങൾ കൊടുക്കുന്നതാണ് കുറച്ച് നല്ലത്. ചാണകം വലിയ പ്രശ്നമില്ല, കുറച്ച് സ്മെല്ലൊക്കെ ഉണ്ടാവും. അത് ഈ കൃഷിയുടെ പാർട്ടാണ്. ജൈവ കൃഷി ആകുമ്പോഴത്തേക്കും അങ്ങനെ കുറച്ച് ഐറ്റംസ് വെക്കണം. പിന്നെ ഇതിൻ്റെ അകത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കോഴിവളം ചേർക്കാം. കോഴിവളം ചേർക്കുമ്പോൾ അതിൻ്റെ ചൂട് കളഞ്ഞ് ചേർക്കണം. അറിയാമല്ലോ, എന്തായാലും കൃഷിനെ കുറിച്ച് താല്പര്യമുള്ളവർ, അതിനെക്കുറിച്ച് അറിയാൻ ഇഷ്ടമുള്ളവരായിരിക്കുമല്ലോ ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടാവുക. സ്വാഭാവികമായിട്ട് അവർക്ക് ഇതൊക്കെ അറിയാം. ഇതെന്താണെന്ന് എന്തായാലും എല്ലാവർക്കും അറിയാമല്ലോ. നമ്മൾ ചീമക്കൊന്ന, എലിപ്പത്തൽ എന്നൊക്കെ പറയും. ഇതിൻ്റെ ഇല എപ്പോഴും ചെടികൾക്ക് ബെസ്റ്റാണ്. അതിപ്പോൾ നമ്മൾ നടുമ്പോൾ മാത്രമല്ല, നടുവാണെങ്കിൽ ഇത് വട്ടയില, പിന്നെ വാഴയുടെയൊക്കെ ഇതൊക്കെ നമുക്ക് ഇതില്ലേ, വാഴയിലയും തണ്ടും ഒക്കെ പൊടിച്ചിടാം. ഇത് നല്ലൊരു കീടനാശിനിയും കൂടെയൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അത് വേറെ നദികളൊക്കെ ചേർക്കണം. നമുക്ക് തൽക്കാലം ഒരു ലെയർ ഈ ഇല ഇട്ടിട്ട് പിന്നെ നമുക്ക് മണ്ണിടാം. മിക്സ് ചെയ്ത് വെച്ച് മണ്ണ് നിറയ്ക്കാൻ പോവാം. ചെടി അതിൽ ഇറക്കി വെച്ചിട്ട് ബാക്കി ഫില്ല് ചെയ്യാനുള്ള മണ്ണും കൂടെ സെറ്റ് ചെയ്യണം. ഒന്നിച്ചത് മിക്സ് ചെയ്യായിരുന്നു വലിയ ഇതിലൊക്കെ ഇട്ടിട്ട്. ഞാൻ പിന്നെ ഇത് ഇവിടെ ഇരുന്ന് നിങ്ങളോട് പറയണൊക്കെ കാരണം ഇങ്ങനെ പതുക്കെ ഘട്ടം ഘട്ടമായിട്ട് കുറേശ്ശെ ഇത് ചെയ്താൽ മതിയല്ലോ. ഇതാണ് നമ്മൾ വാങ്ങിച്ച് കുറ്റിക്കുരുമുളക്. ഇതിന് എന്ത് പേരുണ്ടായിരുന്നു? അതെ, ഒരു 4-5 തരം കുറ്റിക്കുരുമുളകുണ്ടേ. ഏതൊരു ടൈപ്പാണ് വാങ്ങിച്ചത്. ഞാൻ ആദ്യം വിചാരിച്ചതാണ് 5 ഓരോന്ന് വെച്ചെടുക്കായിരുന്നു. ചില സമയത്ത് എനിക്ക് അങ്ങനത്തെ ബോധമൊക്കെ കുറവായിരിക്കും, അതുകൊണ്ടായിരിക്കും പറ്റും. കുഴപ്പമില്ല, അടുത്ത പ്രാവശ്യം ഞാൻ പോയിട്ട് വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്കായിട്ട് ഞാൻ വീഡിയോ ചെയ്യാം. ഇങ്ങനെ എടുക്കുക, കുഴപ്പമൊന്നുമില്ലാതെ ഇതിലേക്ക് ഇറക്കി വയ്ക്കുക. ആവശ്യത്തിന് നന്നായിട്ട് ചുറ്റിനും മണ്ണൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഇതിൻ്റെ താഴത്തെ മണ്ണ് നമ്മളിങ്ങനെ ഓൾറെഡി അതിനകത്ത് സെറ്റായിട്ടിരുന്ന കാരണം അതൊന്നും ഇളക്കിയിട്ടില്ല. ചിലരിങ്ങനെ പറയും ആ താഴത്തെ കുറച്ച് പോർഷൻ ഇങ്ങനെ ഇളക്കിയിട്ട് വേണം വെക്കാന്നൊക്കെ പറയും. അങ്ങനെ ഇളക്കി കഴിഞ്ഞാൽ വേരൊന്നും പൊട്ടണ്ട. സംഭവം ഇത് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിങ്ങനെ ഭയങ്കര വെയിലത്തൊന്നും കൊണ്ട് വെക്കരുത്, എങ്കിൽ അത്യാവശ്യം വെയിൽ കിട്ടുന്ന രീതിയിൽ ഒന്ന് സെറ്റാവുന്നവരെ
ഇനി ഇവിടെയാണ് വയ്ക്കാൻ പോകുന്നത് തൽക്കാലം. വന്നിട്ടിങ്ങനെ ഓരോന്ന് നട്ട് വെച്ച് വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഓൾറെഡി കണ്ണൂർ ഭാഗത്ത്, കണ്ണൂർ കാസർഗോഡ് ഭാഗത്ത് നല്ല നല്ല ഇങ്ങനത്തെ എന്താ പറയുക നമുക്ക് യൂസ്ഫുള്ളായിട്ടുള്ള വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള യൂസ്ഫുള്ളായിട്ടുള്ള എക്സോട്ടിക് ആണെങ്കിലും പ്ലാന്റ്സ് ഒക്കെ കിട്ടുന്ന നല്ല നഴ്സറികൾ അങ്ങനെ സെയിൽ ചെയ്യുന്ന ആളുകളെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പിന്നെയും നിറയെ സാധനങ്ങൾ വാങ്ങിച്ച് ഇവിടെ സെറ്റ് ചെയ്യാനുള്ളതാണ്. നിറയെ പ്ലാന്റ്സ് ഒക്കെ ആവശ്യമുള്ളതാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം. ബൈ, സീ യു.